ഇപ്പം എല്ലാവരും അഭിയുടെ ഈ വില്ലൻ ക്യാരക്ടറിനെ ഇതാക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ശരിക്കും കൂടുതലും നടന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു നായക വേഷത്തിലൂടെ തുടങ്ങണം എന്നാണ്. അപ്പം എന്തുകൊണ്ട് എന്നിട്ടും ഈ വില്ലൻ വേഷം ചൂസ് ചെയ്യാന്ന് വിചാരിച്ചു? അല്ലെങ്കിൽ ഇത് വേണ്ട, നായകൻ വരട്ടെ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിരുന്നോ? ഓഫ് കോഴ്സ് എല്ലാവർക്കും ഫസ്റ്റ് പടം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പടം എന്നല്ല ഏത് പടമാണെങ്കിലും നായകൻ തന്നെ ചെയ്യണമെന്നായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആളല്ല. എനിക്ക് നായകനായാലും വില്ലനാണെങ്കിലും എനിക്ക് അതിപ്പോൾ ചെറിയൊരു സീൻ, ചെറിയ പടത്തിലൊരു ഒരു ഒരു 3-4 സീനേ ഉള്ളെങ്കിൽ പോലും അത് ഐക്കോണിക് ആയിട്ടുള്ളൊരു സാധനമായിരിക്കണം. എനിക്കതിനകത്ത് ചെയ്യാൻ എന്തെങ്കിലും വേണം. അത് ഞാൻ നോക്കിയുള്ളൂ. ഹനീഫ് സാർ എൻ്റെ അടുത്ത് കൊണ്ടാ നിനക്ക് ഇതിനകത്ത് ചെയ്യാൻ ഒരുപാട് സാധനമുണ്ട്. ഓക്കെ, പക്ഷേ ഞാനത് ഹനീഫ് സാർ എനിക്ക് ഒരുപാട് ചെയ്യാൻ സാധനം ഞാൻ അത്രയ്ക്ക് നേരം ഉപയോഗിച്ചില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. കുറച്ചുകൂടെ എനിക്ക് ഒരു ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ സൂപ്പറായിട്ട് ഞാനത് യൂസ് ചെയ്ത് തന്നെ. ഇപ്പം ഈ മാർക്കോ ഇറങ്ങി ഇത്രയും ഹൈപ്പിൽ നിൽക്കുമ്പോൾ പലരും പറയുന്നുണ്ട് നായകനേക്കാളും ശ്രദ്ധിക്കപ്പെട്ട വില്ലൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു? അങ്ങനൊന്നുമില്ല. ഉണ്ണിച്ചേട്ടൻ്റെ അവിടെ പ്രൂവ് ചെയ്ത ആളാണ്, നമുക്ക് അറിയാം. അങ്ങനെ കേൾക്കും, കാരണം പല ആൾക്കാർക്കും പല അഭിപ്രായമല്ലേ. അപ്പൊ അങ്ങനെ പലരും പറയുന്നു. സന്തോഷം. അതും ഉണ്ണിച്ചേട്ടനോട് ആ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി, സന്തോഷമുണ്ട് എനിക്ക് അങ്ങനെ പറയുന്നത്. ഇപ്പം അച്ഛന്റെ കാര്യം പറഞ്ഞെങ്കിൽ ഷമിച്ചേട്ടന് സ്ക്രീനിലേക്ക് ഒരു സ്ക്രീൻ പ്രസൻസ് എന്നൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെയാണ് അഭി എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം നിങ്ങൾ വന്ന് നിൽക്കുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വാഗ് എന്നൊക്കെ പറയുന്ന പോലെ അത് നമ്മൾ അഭിനയിക്കാൻ ഫീൽ ചെയ്യിക്കുകയാണ് ആൾക്കാരെ അല്ലേ. അപ്പം അത് വന്നു എന്ന് പറയുമ്പോൾ ഉണ്ടായ ഒരു സന്തോഷം എന്തായിരിക്കും? അങ്ങനെ അതെല്ലാം നമ്മുടെ ആ ക്യാരക്ടർ എന്താണോ അതങ്ങനെ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം. ഹനീഫ് സാറിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞോ അതേപോലെ ഞാൻ നിങ്ങളുടെ പ്രേക്ഷകരുടെ മുമ്പിൽ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അതേ ഉള്ളൂ. അച്ഛൻ, കൊച്ചച്ഛൻ, ഇങ്ങനെ ഒരു ലെഗസി ഉണ്ട്. അത് എത്രത്തോളം അഭിയുടെ അഭിനയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? എൻ്റെ ഏറ്റവും വലിയ പേടി അത് തന്നെയാണ്. കാരണം അവർക്ക് ഞാൻ എൻ്റെ അഭിനയം കാരണം അവരുടെ അതിനൊരു ചീത്തപ്പേരുണ്ടാവുമോ എന്നൊക്കെയുള്ളതായിരുന്നു എൻ്റെ ഒരു പേടി. പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അപ്പനും ഒക്കെ ഈ പ്രഷർ കൊടുത്തിരുന്ന ആ ഒരു സപ്പോർട്ട് സ്നേഹവും എനിക്കിതിൽ അവർ തന്നു. അതാണ് എനിക്ക് ഏറ്റവും കിട്ടിയ ഒരു വലിയ കാര്യം. ഒരുപാട് ഒരു നല്ല മെസ്സേജ് എനിക്ക് അതിൻ്റെ കാര്യം മെസ്സേജ് അയച്ചു. അതെ, ഇത് റസലായിട്ട് വരുമ്പോൾ ഇത് സിനിമയായിട്ട് കണ്ടപ്പോൾ ഏത് ഭാഗമായിരിക്കും കുറച്ച് ഇപ്പൊ പറഞ്ഞല്ലോ എനിക്ക് തോന്നിയിരുന്നു ഒന്നുകൂടെ ചാൻസ് തന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമായിരിക്കും അങ്ങനെ ഏറ്റവും തോന്നിയത് നന്നാക്കണം എന്ന്? എനിക്ക് സത്യം ഏറ്റവും കൂടുതൽ തോന്നിയത് ഡബ്ബിങ്ങിലാണ്. ഡബ്ബിങ്ങിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ കുറച്ചുകൂടെ അത്യാവശ്യം നന്നായിട്ടൊന്ന് ബെറ്റർ ആക്കായിരുന്നു എനിക്ക് തോന്നിയത് ഡബ്ബിങ്ങിലായിരുന്നു. എനിക്ക് സൗണ്ട് കൊള്ളാമെന്ന് പറയുന്നതും ഇപ്പൊ ഡബ്ബിങ് ചെയ്യാൻ അതിൻ്റെതായ ഒരു ലോജിക്ക് വേണം. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ഡബ്ബിങ്ങിലാണ്. അഭിനയം പാടായിരുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഡബ്ബിങ്ങിൽ ഞാൻ ശരിക്കും നിന്ന് ഫസ്റ്റ് ഡേ നിന്ന് ഞാൻ തിരിച്ച് എന്നെ അന്നത്തെ കഴിഞ്ഞിട്ട് ഞാൻ റൂമിലോട്ട് പോയപ്പോൾ ഞാൻ എന്ത് ഫ്ലോപ്പാണ്, ഞാൻ തിരിച്ച് കാറ് പോകുമ്പോഴേക്കാരും എന്ത് ഫ്ലോപ്പാണ്, ഞാൻ ഇത്ര തോൽവിയായിരുന്നു എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനായിരുന്നത്. പിന്നെ സെക്കൻഡ് ഡേ വന്ന് ഞാൻ ആ ഒരു വാശി വെച്ച് ഞാനിരുന്ന് മുഴുവൻ ഇരുന്ന് കറക്റ്റ് ചെയ്താൽ ഫസ്റ്റ് ഡേ എൻ്റെ അച്ഛൻ വന്നിരുന്നു. അച്ഛൻ അവരോട് ഇരിക്കുമായിരുന്നു, കുറച്ച് ടിപ്സ് ഒക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ അച്ഛനുള്ളതുകൊണ്ടായിരിക്കാം കുറച്ച് പേടി, പക്ഷെ ഞാൻ ചെയ്തിരുന്നു. പക്ഷെ സെക്കൻഡ് ഡേ അച്ഛനില്ലായിരുന്നു. എന്നിട്ട് അപ്പം എനിക്ക് ആ ഒരു ലോജിക്ക് കിട്ടി. പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഡേ കൊണ്ട് ഞാൻ എല്ലാം കറക്റ്റ് ചെയ്തെടുത്തു.